ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2064. ഇന്ന് ഓഗസ്റ്റ് മാസം 25-ാം തീയതി 237-ാമത്തെ ദിവസത്തിലെത്തി. ഭൂമിയിലെ യേശു ശിഷ്യർക്ക് ഈ വർത്തമാനകാലത്തെ ഭൂമിയിലെ യേശു ശിഷ്യർക്ക് നമുക്ക് ഒരു തോന്നലുണ്ട്. അതെന്തുമാത്രം ഒരു ധാരണയാണെന്നോ തെറ്റിദ്ധാരണയാണെന്നോ ഒന്നിപ്പൊ തന്നെ വേർതിരിച്ചറിയാൻ പറ്റും. വേറൊന്നുമല്ല, യേശുവിനെ സ്നേഹിക്കുന്നവർ, തിരിച്ച് യേശുവും സ്നേഹിക്കുന്നവര് ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണ് നമ്മളും വാശി പിടിക്കുന്നത്. ഞാൻ മാത്രം യേശുവിനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന പോരല്ലോ, യേശു എന്നെയും സ്നേഹിക്കണം. അങ്ങനെ യേശു സ്നേഹിക്കുന്നവർക്കും യേശുവിനെ സ്നേഹിക്കുന്നവർക്കും ജീവിതത്തിൽ ഒരു കുഴപ്പവും വരില്ല, ഒരു കുറവും വരില്ല. എല്ലാം വളരെ സൗകര്യപ്രദമായ അനുകൂലമായ രീതിയിൽ അങ്ങ് ശാന്തമായി ഒഴുകും പോകുമെന്നൊരു തോന്നലുണ്ട്. അങ്ങനെയാണ് ഒരു ആത്മീയ വ്യാപാരത്തിലെ പരസ്യവാചകങ്ങൾ പോലും. യേശു വിളിക്കുന്നു, വരിക, എല്ലാം സ്മൂത്താക്കി തരാമെന്നാ പറയുക. അങ്ങനെയൊരു താല്പര്യത്തോടെയാണ്, അങ്ങനെ ഒരു അത്യാഗ്രഹത്തോടു കൂടിയാണ് ആരൊക്കെയോ അവിടുത്തെ സന്നദ്ധിയിൽ ഓടിക്കൂടുന്നത്. എല്ലാം ഒന്ന് കുറെ കൂടി സൗകര്യപ്രദമാക്കി എടുക്കുക. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായത്തില് അതിന്റെ 3-ാമത്തെ തിരുവചനം കുറെ കൂടി ശ്രദ്ധയോടെ നമ്മളൊന്ന് പരിഗണിക്കേണ്ടതാണ്. എന്തായാലും ചില ആളുകൾ യേശുവിന്റെ അടുക്കലെത്തിയിട്ട് അവരെ ഏൽപ്പിച്ച ഒരു വർത്തമാനം അറിയിക്കുകയാണ്, ഒരു ദൂത് അറിയിക്കുകയാണ്. എന്താണ്? കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുകയാണ്. അങ്ങക്ക് പ്രിയപ്പെട്ടവനായ ലാസർ രോഗിയായിരിക്കുന്നു എന്ന വിവരം അറിയിക്കാൻ സഹോദരിമാരായ മാർത്തയും മറിയയും അയച്ച ദൂതന്മാർ യേശുവിന്റെ അടുത്തെത്തി യേശുവിനോട് പറയുന്നതാണ്, കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കണം. ആ ഒരു വർത്തമാനത്തിന് എന്തോ ഒരു പോരായ്മയുണ്ടോ, ഒരു കുത്തുണ്ടോ അതിനകത്ത്? ആ കുത്ത് കൊടുക്കുന്നത് കൊള്ളേണ്ടി വരുന്നത് യേശുവാണോ? അങ്ങ് സ്നേഹിക്കുന്നവനും ആപത്ത് പടഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങേ സ്നേഹിക്കുകയും അങ്ങ് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുവന് അത് പാടില്ലല്ലോ എന്നൊരു ധ്വനി ഉണ്ടോ ഈ ഒരു വർത്തമാനത്തിൽ? ഇല്ല. പക്ഷെ എന്റെ നിങ്ങളുടെയും ഒക്കെ ആത്മീയ ജീവിതത്തിനകത്ത് നമ്മൾ അങ്ങനെ ഒന്ന് വെറുതെ പ്രതീക്ഷിക്കുന്നുണ്ടോ? മാത്രമല്ല, ഒരാൾക്കൊരു ആപത്ത് പിണഞ്ഞാല് അത് യേശുവിന് പ്രിയപ്പെട്ട ആളല്ലാതായി മാറിയത് കൊണ്ടും യേശു പതിയെ സ്നേഹം നിർത്തിയിട്ട് വെറുത്തു തുടങ്ങിയത് കൊണ്ടാണെന്നും ഒരു വ്യാഖ്യാനം ഉണ്ടാകുമോ? ഇല്ലല്ലോ. ഇത്രയേ ഉള്ളൂ. യേശുവിന്റെ സുരക്ഷ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളതാണ്. തിരികെ വീണ്ടും വചനത്തിലേക്ക് വന്നാൽ 5-ാം വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ. യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസറിനെയും ഏറെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹമാണ് നമ്മളെ നിലനിർത്തുന്നത്. ആ സ്നേഹത്തിനകത്താണ് നമുക്കൊരു പ്രത്യാശ കണ്ടെത്താൻ പറ്റുന്നത്. ആ സ്നേഹമാണ് നിലനിൽക്കേണ്ടത്. അവൻ ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നു. ആമേൻ.